തൊട്ടടുത്ത വീഡിയോ അയ്യോ എന്നെ പോയാ എന്നാ പോയാ അയ്യോ തൊട്ടടുത്ത വീഡിയോ എക്സ്ക്ലൂസീവ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും. ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കുക സുഹൃത്തുക്കളെ, 500 രൂപ 350. ഇതാണോ നിങ്ങൾ ഹൈഡ് ചെയ്ത സാധനം? ഇതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിവരമില്ലെന്നുള്ളത്. ഇവിടെ ഞാൻ ഹൈഡ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ ദാ എമൗണ്ട് കണ്ട് സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഇട്ടിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. അമ്മ അതിൽ തന്തയില്ലാത്ത പരിപാടി ഞങ്ങൾ കാണിക്കില്ല. അമ്മാതിരി തന്തയില്ലാത്ത പരിപാടി ഞങ്ങൾ കാണിക്കില്ല. കാണിക്കുന്നതൊക്കെ തന്തയ്ക്ക് പറഞ്ഞ പരിപാടികളാണല്ലോ താനും തന്റെ സബ്സ്ക്രൈബർ സുഹൃത്തും. പക്ഷെ എത്ര ഉണ്ടെന്നുള്ളത് മാത്രമേ എനിക്ക് ചോദ്യമുള്ളൂ. അലേ വെച്ചോ? എന്തോന്ന് അലേ വെച്ചു? എന്തൊക്കെ അലയൊക്കിലാവട്ടെ. സംഭവം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രേണുസുധിയും കിച്ചുവും തമ്മിലുള്ള അതിഭീകരമായ വഴക്കുകൾ കുടുംബിരി കൊണ്ട് നടക്കുമ്പോൾ രേണുസുധിക്ക് വെള്ള പൂശാനായിട്ട് കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം അടിക്കാനൊക്കെ കുമ്മായം വേണമെങ്കിൽ ഇപ്പോഴേ മേടിച്ചു വെക്കുക. നാട്ടിലുള്ള സകല കുമ്മായും ടെൻഡർ വിളിച്ച് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡർ കൊണ്ട് വിളിച്ചിട്ട് രേണുവിനെ പൂശാണ്. ആ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. 13 ക്ലിപ്പ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരു അല്പം കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫൺ വീഡിയോ കാണണമെന്ന് താല്പര്യമുള്ളവർ മാത്രം കാണുക. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന, രേണുവിനെ ഇഷ്ടപ്പെടുന്ന ജച്ചളാച്ചി ബുച്ചളാച്ചി ഉള്ള വീഡിയോ അല്ല ഇത്. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. അപ്പോ നിഷ്പക്ഷമായ കാര്യങ്ങൾ അറിയണമെന്നുള്ള ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം രേണു ഒരു വീഡിയോ ഇട്ട് രംഗത്ത് വന്നു. രേണു കരച്ചില്. നമ്മളിപ്പോ ആദ്യം കണ്ടില്ലേ, ജില്ല. ഈ സാധനം രേണു ഇട്ടതിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം എതിരായാലും 10 പേര് കൂടെ വന്നു കഴിഞ്ഞ് ഞാനങ്ങ് മലമറിക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ തൊട്ട് മുമ്പ് രേണു ഇട്ട വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ വീഡിയോ ഇട്ട് തൊട്ടടുത്ത വീഡിയോ ആണ് ജില്ല വന്നത് കേട്ടോ. അപ്പൊ ആദ്യം വിഷമം കാണാം, അതിനുശേഷം നമുക്ക് ജില്ലയിലേക്ക് പോകാം. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചതാ. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ നമ്മളല്ല പറഞ്ഞത്, കിച്ചുവാ പറഞ്ഞത്. നമുക്ക് കിച്ചനോട് ചോദിക്കുക, എടാ നിനക്ക് നാണമില്ല, നീ എന്തൊക്കെയാ പറയുന്നത്? പോയി കിച്ചനോട് ചോദിക്കുക. നമ്മളല്ല ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് ശരിക്കും എന്താണ് സംഭവം എന്ന് പോലും ഇതൊരു മനസ്സിലായിട്ടില്ലയോ? നിങ്ങൾ ഇപ്പൊ എപ്പോഴും പറയല്ലോ ഞാൻ നെഗറ്റീവ് അടിക്കുന്ന വീഡിയോ ഒന്ന് കാണാൻ. അങ്ങനല്ല, നിങ്ങൾ കാണണം. നിങ്ങൾ കുറഞ്ഞ പക്ഷം കിച്ചുവിന്റെ വീഡിയോ എങ്കിലും നിങ്ങൾ കാണണം. ഇത് ഒരു വീഡിയോ കാണാതെ അതായത് ഇതേ അവൻ പറഞ്ഞു നമ്മള് 5 സ്റ്റാർ ഹോട്ടലിൽ പോയെന്ന് പറഞ്ഞാൽ അവന്റെ പടലിലോട്ട് കയറരുത്. അതല്ല സംഭവം. കിച്ചുവാണ് ഇത് പറഞ്ഞത്. പറയുന്നേ സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിന്റെ ആ അടക്കുന്നതിന്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പം മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. ഇതിനകത്തൊരു യാഥാർത്ഥ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം കിച്ചുവിടെയും രേണു ആണ് ഈ വന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. രേണുവിന്റെ പേര് പറഞ്ഞിട്ടില്ല. രേണുവായിട്ടാണ് ഓരോ പള്ളികളും കയറി പിടിക്കുന്നത്. അതിന് എന്നെയാണോ നമ്മൾ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാന്ന് പറഞ്ഞു രേണുവാണ് പല വള്ളികളും ഏറ്റുപിടിക്കുന്നത്. കിച്ചു നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല അതിനകത്ത്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണല്ലേ? തെറ്റിദ്ധരിക്കുന്നതാണോ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ധരിച്ചെടുക്കുന്നതാണോ അറിയത്തില്ല. കാപ്പി പോലും കുടിച്ചിട്ടില്ല ഞാൻ എന്റെ സൂചിച്ചേട്ടന്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്നാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്നു കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സൂചിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു? നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് ഇതൊന്നും നമ്മളല്ല രേണു പറയുന്നത്. രേണു ഇതൊക്കെ പറഞ്ഞത് താങ്കളുടെ മകനാണ്. താങ്കളുടെ മകൻ താങ്കളുടെ പേര് വലിച്ചിട്ടതുമില്ല അതിനകത്ത്. കൂടെ പോയ ആൾക്കാരെയാണ് പറഞ്ഞത്. പക്ഷെ ഈ കൂടെ പോയ ആൾക്കാരിൽ ആരുണ്ടെന്നൊക്കെ രേണുവിനെ കുമ്മായം പൂശുന്ന ടീമുകൾ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് രേണുവിനെ കുമ്മായം പൂശുന്ന ടീമിലേക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് പോവാം. ഇപ്പൊ രേണു ആദ്യം ഭയങ്കര വിഷമിച്ച് ഞാനത് ചെയ്തിട്ടില്ല, എന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ വന്നിട്ട് പുള്ളിക്കാരി ഭയങ്കര ഡാൻസും പരിപാടികളും ഒക്കെയാണ്. മനസ്സിലായോ? ആദ്യം ഒരു വിഷമം ഇടും. തൊട്ടടുത്ത് എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ കാണിച്ചു തരാം പറഞ്ഞിട്ട് തൊട്ടടുത്ത വീഡിയോ എന്നെ പോയാ അയ്യോ തൊട്ടടുത്ത വീഡിയോ എക്സ്ക്ലൂസീവ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും. ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ഡാൻസ് അല്ല, ഒരു പാട്ട്. ഫുള്ള് ചില്ല് മൂഡിലാണ് രേണു. എന്റെ അടാ ഇത് നിന്നെ കുറിച്ചൊന്നും അല്ല ഇതൊന്നും പറയുന്നത്.
ഇത്രയും വിവാദങ്ങൾ ഇവിടെ പൊട്ടിമുളയ്ക്കുമ്പോഴും നെഞ്ചും വിരിച്ച് നിന്ന് ഇതിനൊക്കെ എതിരെ നിൽക്കാൻ കാണിച്ചൊരു ചങ്കൂറ്റം ഉണ്ടല്ലോ. ആ ചങ്കൂറ്റമാണ് ചങ്കൂറ്റം. നമുക്കിനി വെളുപ്പിക്കലിലേക്ക് പോവാം. ഈ രേണുവിന്റെ കൂടെ കുറെ ശിങ്കിടികളുണ്ട്. ബാലെന്ന് പറയുന്നല്ലേ പക്ഷെ ശിങ്കിടികളുണ്ട്. അതില് പ്രധാനികളാണ് ഒന്ന് സജീനയും രണ്ട് ശ്രീതുവും. സജീനയിലേക്ക് ഞാൻ വരാം. നമുക്ക് ആദ്യം ശ്രീതുവിൽ തുടങ്ങാം. ശ്രീതുവും സജീനയും. ശ്രീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബോധമുള്ള ഒരാള്. സജീനയ്ക്ക് പിന്നെ ബോധമേ ഇല്ല, അതുകൊണ്ട് സജീന നമ്മൾ വിട്ടു. ശ്രീതു പിന്നെ കുറച്ചും കൂടെ ബോധം ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞു ഞാൻ രേണുവിന്റെ ഫ്രണ്ടാണ്, ബിഷപ്പിനെ കറപ്പിക്കുന്നു. പിന്നെ പറഞ്ഞു ഞാൻ അവള് ഫ്രണ്ടേ അല്ല, ഞാൻ അവളെ വിമർശിക്കും, അവൾ ചെയ്യുന്ന മൊത്തം തെറ്റാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ വന്നിട്ട് ഞാൻ അവളെ വെളുപ്പിക്കുന്നു, എനിക്കത് ചെയ്യാൻ തോന്നി. ഒരു വെള്ളത്തിക്കാല് വെക്ക്, പോട്ട് 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 പോട്ട്, രണ്ട് വെള്ളത്തിക്കാല് വെക്ക്, 10-25 വെള്ളത്തിക്കാല് വെക്ക്, ഇതിനു വേണ്ടി കാലവിടെ നിങ്ങൾക്ക്. ശരി, ഇവര് ഇപ്പോ കിച്ചു കുറെ അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു അങ്ങനെ അധികമായിട്ട് വിളിക്കാറില്ല, കോണ്ടാക്ട് ചെയ്യാറില്ല, ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കും, ആവശ്യം കഴിയുമ്പോൾ നിൽക്കും, ഇതാണ് പറഞ്ഞ് വെച്ച സാധനം. ഇതിനകത്ത് ഇവരിപ്പോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ഇവർക്ക് 2 സ്ക്രീൻഷോട്ട് കിട്ടി. ഇത്രയും അധികം പൈസ രേണു അയച്ചു കൊടുത്തത് സ്നേഹമില്ലാഞ്ഞിട്ടാ? ഇത്രയും പൈസ പിള്ളേർക്ക് അയച്ചു കൊടുക്കരുത്. ഈ പൈസ അയച്ചു കൊടുത്തത് ഒറ്റ പോയിന്റ് പിടിച്ചോണ്ട് നടക്കാണ്. പൈസ അയച്ചു കൊടുത്ത് കാണാം, എന്നിട്ട് അതിലേക്ക് വരാം. എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ എമൗണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനായിരുന്നു എമൗണ്ട് ഹൈഡ് ചെയ്ത്? എന്തിനായിരുന്നു? നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, രേണു കൊടുത്തിട്ടുള്ളത് വലിയ എമൗണ്ട് ആണെന്ന് വെക്കുക. പോട്ടെ, ഒരു 2000 രൂപ വെച്ചിട്ട് കൊടുത്തെന്ന് വെക്കുക. നിങ്ങൾ ഈ എമൗണ്ട് ഹൈഡ് ചെയ്യുമോ? സോ ഒരു 500 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടുകൾ ആവാം കൊടുത്തിട്ടുള്ളത്. ഈ സ്ക്രീൻഷോട്ടിന് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? മേളില് പേയ്മെന്റ് ഹിസ്റ്ററി എന്തോ വന്നിട്ടുണ്ട്, താഴെ യു സെൻഡ്. ഇത് കിച്ചുവിന് അയച്ചെന്നുള്ളതിന് എന്തൊരു തെളിവ്? പോട്ടെ, കിച്ചുവിനാണ് അയച്ചതെന്ന് തന്നെ വെക്കാം. കിച്ചുവിന് തന്നെയാണ് അയച്ചത്. ബാക്കി പറ. അതായത് നമ്മുടെ കിച്ചുവിന്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷ് ആണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. രേണു തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ചെറിയ എമൗണ്ടാണ് ഞാൻ അവന് അയച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ നാണക്കേടാ, ഷെയ്മാ, നാട്ടുകാരനെ മോശം പറയും. അതുകൊണ്ട് എമൗണ്ട് നീക്ക് ഹൈഡ് ചെയ്തോ? കിച്ചു ആ എമൗണ്ട് എടുത്ത് പുറത്തിടാൻ നോക്കിക്കോട്ടോ. എമൗണ്ട് പുറത്തു വിടണം, കാരണം അത്രയ്ക്ക് ചീപ്പ് ആവാൻ രേണുവിന് താല്പര്യമില്ല. കിച്ചു വന്ന് അത്രയ്ക്ക് ചീപ്പാകാൻ രേണുവിന് താല്പര്യമില്ല ഇന്ന് രേണു പറഞ്ഞ്. ബാക്കിയൊക്കെ വളരെ പ്രശംസിക്കേണ്ട പരിപാടികളാണല്ലോ രേണു ചെയ്യുന്നത്. അവന് പൈസ അയച്ചുകൊണ്ട് മാത്രം ചീപ്പാകുന്ന പരിപാടി അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ചീപ്പ് പരിപാടി. ബാക്കി മൊത്തം കിട്ടിലും പരിപാടികളാണ് രേണു ചെയ്യുന്നത്. ഡയലോഗ് അടിച്ച കിച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതും തന്നില്ല. ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് നമ്മൾ ചോദിച്ച് മേടിച്ചൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അത് വെക്കുന്നുണ്ട്, നിങ്ങളത് നോക്കുക, കണ്ടുനോക്കാം. അതായത് ഈ മാസത്തെ മാർച്ച് മാസത്തെ കണക്കാണ്. ലാസ്റ്റ് ആയിട്ട് 24-ാം തീയതി രേണുവിന്റെ അക്കൗണ്ടിൽ നിന്ന് കിച്ചുവിന്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് പോയിട്ടുണ്ട്. ഓക്കെ, ശ്രീതു അങ്ങനെ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റിനകത്ത് യൂസെന്റ് മാർച്ച് 24-ന്, യൂസെന്റ് മാർച്ച് 20-ന്, യൂസെന്റ് 18 മാർച്ചിന്, യൂസെന്റ് 17 മാർച്ചിന്, യൂസെന്റ് 14 മാർച്ച്, യൂസെന്റ് 5 മാർച്ച്, യൂസെന്റ് 5 മാർച്ച്. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് ശ്രീതു ബാക്കിയും കൂടെ അവതരിപ്പിക്കണം. പോകുന്നത് സജീനയിലേക്ക് എനിക്ക് പെട്ടെന്ന് വിളിച്ചോളാം. സജീന എനിക്ക് കുറച്ച് പറയാനുണ്ട്. ക്യാഷ് പോകുന്നുണ്ട് കിച്ചുവിന്റെ അക്കൗണ്ടിൽ. കിച്ചുവിന് ചിലവിന് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്, മനസ്സിലായോ നിങ്ങൾ? അതായത് അപ്പൊ നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ടെങ്കിലും ഈ ഒരു തെളിവ് വെച്ചിട്ടെങ്കിലും കിച്ചുവിന്റെ എന്ത് കാര്യങ്ങളാണ് രേണു ചെയ്യാത്തത് എന്നാണ്. പിന്നെ കുറെ പൈസ അയച്ചു കൊടുക്കുന്നതാണല്ലോ കിച്ചുവിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അവനൊരു മെന്റൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? അവന്റെ കൂടെ ഇരുന്നേടാ നിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ? അവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അതിന് പുറത്തു കൊണ്ടുവരാനായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ടോ? ഈ ഋതപ്പന്റെ കഴുത്തിലെ മുറിവ് എന്താന്ന് രേണുവിന് അറിയോ? എന്തരേലും കുന്ത രേണുവിന് അറിയോ? ഒരു തേങ്ങ പോലെ അറിയത്തില്ല. കുറെ കാശ് വാരി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു മകന്റെ സ്ഥാനത്ത് അവന് വേണ്ട ആവശ്യങ്ങളൊന്നും സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ട്, ശ്രീധരനകത്ത് ഒരുപാട് തവണ പറയുന്ന കേട്ടു, പിള്ളേർക്ക് ഇത്രയും കാശ് കൊടുക്കരുത്, പിള്ളേർക്ക് കാശ് കൊടുക്കുന്നതാണ് പ്രശ്നം. ഞാൻ രേണുവിനെ തെറ്റു പറയൂ, എന്തിനവന് ഇത്രയും കാശ് കൊടുത്തു? പിന്നെ കിച്ചുവിന് രേണു അല്ലാതെ താങ്കൾ നിങ്ങളുണ്ട് കാശ് കൊടുക്കുവോ? അവരല്ലേ അമ്മയായിട്ട് നിൽക്കുന്നത്, അവര് തന്നെ കാശ് കൊടുക്കണം. അവര് മറ്റേ കൊല്ലം സുധയുടെ ഇൻഷുറൻസ് പൈസ ആരെടുക്കും? അപ്പൊ കിച്ചുവിന്റെ കാര്യങ്ങൾ നോക്കണം. അത് നോക്കാൻ ബാധ്യസ്ഥയാണ്. ഈ കാശ് കൊടുത്തതിന് മാത്രം കണക്ക് പറയേണ്ട, അത് എത്ര രൂപയെന്നോട് നിങ്ങൾ പബ്ലിഷ് ചെയ്യും. ഈ കൊടുത്തത് ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങളെ. 2000 രൂപയ്ക്ക് മേളിലുള്ള ട്രാൻസാക്ഷൻ നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ച സ്ക്രീൻഷോട്ട് എത്ര എണ്ണം ഉണ്ടാവും? 1000 രൂപയ്ക്ക് മേളിലുള്ള ട്രാൻസാക്ഷൻ എത്ര എണ്ണം ഉണ്ടാവും? ചുമ്മാ 200-500 അയച്ചു കൊടുത്തിട്ട് താളം വിടും. അവര് ഫുൾ ചെലവ്, ഇച്ചിരി ഫുൾ ചെലവ് നമ്മളാണ് എടുക്കുന്നത്. രേണോ ഫുൾ ചെലവ്. എന്താ അതിന്റെ ഫുൾ ചെലവ്? അവ അവിടുന്ന് 2 ചായയും കുടിച്ചു, ഒരു പടയം നിന്നു. അതിന്റെ ഫുൾ ചെലവ് ഞാൻ കൊടുത്തു. അതാണ് സംഭവം. നിങ്ങൾ ആ എമൗണ്ടോട് പുറത്ത് വിടണമായിരുന്നു കേട്ടോ. ചോദിക്കേണ്ടത് പലരും പറയുന്നുണ്ട് കിച്ചുവിനെ അവളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ കിച്ചുവിന്റെ കാര്യം നോക്കിയില്ല, ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പോയല്ലോ. ഏത് അമ്മമാരാണ് ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്തത്? ഇതൊരു തെളിവാണ്, നല്ലൊരു തെളിവാണ്. അവന് കുറെ കാശ് കൊടുക്കുന്നത്. നിങ്ങളുടെ മോനെ ഇങ്ങനെയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് മോനുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് മകൻ ഉണ്ടെങ്കിൽ, ഇല്ലേ നിങ്ങൾക്ക് മകൻ ഉണ്ടാവുകയാണെങ്കിൽ
നീ എവിടെയാ പോക്കൂടാ? എനിക്ക് വർക്കുണ്ടാ. ഞാൻ ദുബായിൽ അൽ റഹ്മാൻ അസോസിയേഷനിൽ പോവുകയാണ്. നിനക്ക് എത്ര രൂപയാണ്? 200 രൂപ ഞാൻ അയച്ചിട്ടുണ്ട്. എത്ര രൂപ? 400 രൂപ ഞാൻ അയച്ചിട്ടുണ്ട്. അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മകനെ നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങൾ അതാണ് ന്യായീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ചെയ്തത് പെർഫെക്റ്റ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നു, അവനെ സ്നേഹിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ ഈ കിച്ചുവിനെ നോക്കേണ്ട കാര്യമില്ല ഇവർക്ക്. നിങ്ങൾ ഈ പറയുന്ന പോലെ ആണെങ്കിൽ കിച്ചുവിനെ നോക്കേണ്ട കാര്യം എന്തായിരുന്നു? രേണുവിന് ഇത്രയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? കാരണം എനിക്ക് ഓൾറെഡി അറിയാം കിച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും. ഇത്രയും ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 1.5 കോടി രൂപയും മാസം അയച്ചു കൊടുക്കുന്നത്. എത്ര രൂപ എന്നുള്ളത് തന്നെ അവര് പുറത്തു വിടട്ടെ, അതൊക്കെ അവരുടെ കാര്യമാണ്. അത് കൊടുക്കുക എന്നുള്ളത് അമ്മ എന്ന നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇവൻ നേർവഴിക്ക് അല്ല പോകുന്നെങ്കിൽ നേർവഴിക്ക് നടത്തുക എന്നുള്ള അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് നോക്കാൻ പോലും സമയമില്ലല്ലോ. എന്നെ കരീഷ്മ അവിടെ കൊണ്ടുപോയില്ലേ, എന്നെ കരീഷ്മ മാനേജർ അവിടെ ഒരു ഇനോഗ്രേഷൻ വിളിച്ചില്ലേ എന്ന് പറഞ്ഞ നിൽക്കുകയാണ്. എന്നിട്ട് അവര് തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ വെളുപ്പിക്കാനായിട്ട് നിങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് പൈസ തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സജീനയിലേക്ക് കയറാം. ഇതേ സാധനം സജീനയും പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഹൈഡാക്കി ഇതേ ന്യായീകരണം 24, 20 ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. മാർച്ച് 5-ാം തീയതി 2 പ്രാവശ്യമാണ് അയച്ചിരിക്കുന്നത്. മാർച്ച് 5, 14. മാർച്ച് 5-ാം തീയതി 2 പ്രാവശ്യം പൈസ അയച്ചു കൊടുത്തു. ഒരു തവണയല്ല, 2 തവണയാണ് അവർ പൈസ അയച്ചു കൊടുത്തത്. നിങ്ങൾക്കറിയാമോ? 2 തവണ ഒരു ദിവസം പൈസ അയച്ചു കൊടുത്തു. ഇത് നമ്മളൊരു കടയിൽ കയറി 2 തവണ, ഒരു തവണ പാലും മേടിച്ച് 2ാമത്തെ തവണ പോയിട്ട് 1 കിലോ പഞ്ചസാര മേടിച്ച് കഴിഞ്ഞാൽ 2 തവണ നമ്മൾ പൈസ അയച്ചു കൊടുക്കും. ഇത് എത്ര രൂപയാണ് പബ്ലിഷ് ചെയ്യൂ പ്രിയ മിത്രമേ. ഇത് പൈസ അയച്ചു കൊടുത്തു. രേണു പൈസ അയച്ചു കൊടുത്തു. രേണുവിന് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും മൂല്യനിർണ്ണയം ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്ക് കൊടുക്കുന്നത് പണം വെച്ചിട്ടാണല്ലേ? അതിന്റെ പ്രശ്നമായി കാണുന്നത്. 17, 18, 20, 24 ദിവസങ്ങളിൽ അയച്ചിരിക്കുന്നതാ. ഞാൻ അതിനകത്ത് കൊടുക്കാം. അതൊന്ന് കൊടുക്കാം ഇരിക്കുന്നതാ. അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത്ര രൂപയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അതങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ പണ്ടാരം. അയച്ചിരിക്കുന്നതാ. നോക്കുക സുഹൃത്തുക്കളെ, 500 രൂപ, 350. ഇതാണോ നിങ്ങൾ ഹൈഡ് ചെയ്ത സാധനം? ഇതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിവരമില്ലെന്നുള്ളത്. ഇവിടെ ഞാൻ ഹൈഡ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ദാ എമൗണ്ട് നല്ലതാ. ലക്ഷങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കിച്ചുന്. ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ. ഇത് ചെയ്യാൻ പറ്റുമോ? ഷോ, ഇത്രയും മന്ദബുദ്ധികളായ 2 ടീമിനെയാണല്ലോ രേണു നിങ്ങൾ വെളുപ്പിക്കാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു ലേശം വിവരമുള്ളത് നിങ്ങൾ എടുക്കാവോ? ഈ സജീന എന്നൊക്കെ പറയുന്ന ടീമുണ്ടല്ലോ, നമ്മൾ ഓന്ത് നിറം മാറുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ. ഓന്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ചീറ്റപ്പുലി ഓടുന്നതിന് സ്പീഡിലാണ് ഈ സജീനയൊക്കെ നിറം മാറുന്നത്. ആ സാധനം ഞാൻ പറയുന്നില്ല, അത് മീനിങ് മാറും. ഞാൻ അതിനകത്ത് കൊടുക്കാം. 1000 രൂപ. പിന്നെ വേറെന്തോ പറഞ്ഞ പിന്നെ കിച്ചു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ സുചേട്ട മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടി ഫ്ലവേഴ്സ് പിന്നെ ആ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോയപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് പോയെന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാനും തെറ്റിദ്ധരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമിനീരന്ന് പോയിട്ട് നമുക്ക് ബോധം പോലും കാണത്തില്ല. ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളൊക്കെ. അല്ലേലും ബോധമില്ല, ഇനി പ്രത്യേകിച്ച് എന്തോന്ന് പോവാൻ നിങ്ങൾക്ക്. നിങ്ങൾ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മാതിരി സാധനങ്ങൾക്ക് ന്യായീകരിച്ചുകൊണ്ട് വരുമോ? ഈ സാധനം ന്യായീകരിക്കുന്ന പോട്ട്. ഞാൻ ഇതിനകത്ത് നിങ്ങൾ സബ്സ്ക്രിപ്ഷനെ ന്യായീകരിക്കുന്ന സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ ബോധം. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്കും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചു. എന്നിട്ട് പോയി ഒരു ഹോട്ടലിൽ ചെന്ന് സ്റ്റാപ്പാടൊക്കെ കഴിച്ചിട്ട് പോകുക പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ അതിന്റെ ക്ലാരിറ്റി വരുത്തിയ എന്താന്ന് വെച്ചാൽ, സംശയമുള്ളവർക്ക് ഇപ്പൊ ഇത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയുന്നവർക്ക് തെളിവ് സഹിതം കിച്ചുവിനെ കൊണ്ട് അല്ലെങ്കിൽ പറയിപ്പിക്കുക. ആരൊക്കെയാണ് പോയെന്നറിയാവോ? പിന്നെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവും വിവേക് എന്ന് പറയുന്ന അവരുടെ ഒരു ചേച്ചിയുടെ ഭർത്താവ് പോയായിരുന്നല്ലോ. ഈ പുള്ളിക്കാരൻ ആരാ? ഈ പുള്ളിക്കാരനപ്പൊ ഭ്രഷ്ടാൻ വെട്ടിവിഴുങ്ങിയായിരുന്നോ? ഇല്ല, പുള്ളിക്കാരൻ വെട്ടിവിഴുങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞത്. പക്ഷെ അത് കിച്ചുവിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. കിച്ചു ഒരിടത്തും രേണു കൊണ്ട് അവിടെ പോയി വെട്ടിവിഴുങ്ങി. രേണു എനിക്ക് പൈസ തരുന്നില്ല ഒന്നും കിച്ചു പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഈ ആവശ്യമില്ലാത്ത ന്യായീകരണങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന്, അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് സജീനയും ശ്രീതുവും രേണുവും കൂടെയാണ്. അവൻ പറയാത്ത അർത്ഥങ്ങൾ അതിൽ നിന്നെടുത്ത്, അതായത് ഇവർക്കറിയാലോ സത്യം എന്തുവന്ന്. ഇവർ ആ സത്യം മറയ്ക്കാൻ വേണ്ടി കുറെ കള്ളം പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സത്യം ഇതാണ്. ഇതിന്റെ കഷ്ടം തന്നെ. ഈ സജീന കിച്ചുവിന്റെ വീഡിയോ വന്നപ്പോഴത്തേക്കും സഡനായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങി. ശ്രീതു തുടങ്ങി. ഇന്നലെ ഇവർ രണ്ടും കൂടെ ലൈവ് വന്നിട്ട് കുറെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ലൈവ് ഞാൻ വിട്ട്, എനിക്ക് അത്രയും റിയാക്ട് ഉള്ള സമയമില്ല, അത് ഞാൻ വിട്ട്. ഓക്കെ, കിച്ചുവിന്റെ വീഡിയോ പെട്ടെന്ന് വന്നപ്പോഴത്തേനും സജീനയുടെ ഒരു റിയാക്ഷൻ എത്തിച്ചേരാം. കിച്ചുവിന്റെ ലൈഫ് എന്താണെന്നോ ഏതാണെന്നോ ആ കുട്ടി എന്താണ് അനുഭവിച്ചെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്കറിയില്ല. ഞാൻ കിച്ചുവിനെ സത്യം പറഞ്ഞ് ഇന്ന് നിമിഷം വരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവനെതിരെ ഞാൻ പ്രതികരിക്കുന്നത്? ഞാൻ ഇന്ന് നാൾ വരെ ഇട്ടിട്ടുള്ള വീഡിയോയ്ക്കകത്ത് ഈ കിച്ചു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് വന്നിട്ട് പോലും ഇല്ല. അല്ല, അറിയാതെ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ നമുക്ക് വരെ ഇതിനകത്ത് ഒരു ചെറിയ സാധനം ഉണ്ട്. ആ സാധനത്തിലേക്ക് നമ്മളിങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. കേൾക്കാം.
ഒരിക്കലും അതിനെ ഞാൻ മോശമായിട്ടോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തോ ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കണ്ടന്റ് വന്നു കഴിയുമ്പോൾ അത് ഇത്രമാത്രം നിങ്ങൾ രോക്ഷമായിട്ട് ചെയ്യ് എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യം എന്താണ്? അതിന്റെ യാതൊരു ആവശ്യമില്ല. പിന്നെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയത് കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്മാറി. ഇപ്പൊ ഞാൻ രേണുവിന്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ. അപ്പം രേണുവിന്റെ വീഡിയോ അല്ലാതെ എന്തോ നിട്ട് ഇടയ്ക്ക് പിശാരയുടെ സാമാനം എടുക്കുന്നുണ്ട്. അതിനു മുമ്പേ നമ്മുടെ അച്ഛൻ വീട് കൊടുത്തതാണ്. അത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്തത്. അതിന്റെ വർക്കത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രേണുവിന്റെ അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്നോട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങളുടെ പാത പിന്തുടരുവാണ്. നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുമോ രേണുവിനെ എതിർത്ത് പറയുക, അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്കറിയണ്ട നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാ, ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ ഇത്ര ഇരുന്ന് വെളുപ്പിക്കുന്നതിനകത്ത്? രേണു അവിടെ ഒരു റീൽ ഇടും. ആ റീൽ അങ്ങനെ എടുത്ത് താഴെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. അപ്പൊ നമുക്ക് നേരെ രേണുവിന്റെ ചാനലിൽ പോയി നോക്കി പറയാം. നിങ്ങളുടെ ഒപ്പീനിയൻ കാണാനല്ലേ നിങ്ങളുടെ ചാനലിലോട്ട് വരുന്നേ. എന്റെ ചാനലിൽ ഈ സാധനം കാണിച്ചിട്ട് എന്റെ ഒപ്പീനിയൻ അല്ലേ ഞാനിവിടെ പറയുന്നത്. ഒരു ഒപ്പീനിയൻ ഇല്ല. ആ സാധനം വെക്കുന്നു, പ്ലേ ചെയ്യുന്നു, രേണു പറയുന്നു, അതിന് ചുറ്റും ഇരുന്നു ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നു. നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. ഹേ, നിങ്ങളുടെ ഏതോ ഒരു ഡബ്ഡ് മൂവിയൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അതിന് നിങ്ങൾ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. ഈ സജീന ഉണ്ടല്ലോ, സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇതിനോട് കുറെ ദിവസം കൊണ്ട് ഞാൻ പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് സബ്സ്ക്രിപ്ഷനിലേക്ക് വരാം. അതിനു മുമ്പേ മറ്റേ ദീപ്തി കല്യാണോ അവരുടെ വീഡിയോ എടുത്തിട്ട് സജീന ചാറഞ്ചാ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു വീഡിയോ തന്നെ 2-3 തരത്തിൽ 2-3 സമയങ്ങളിലൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. അതിവിടെ കുറച്ച് റിലവന്റ് ആണെന്ന് തോന്നി. ഈ കിച്ചുവിന്റെ രേണുവിന്റെ വിഷയം അവിടെ വഴിക്കൂടെ നടക്കട്ടെ. ഇതിൽ ആരാ പറയുന്നത് കള്ളം എന്നുള്ളത് പോകെ നമുക്ക് തെളിയും. രേണു പൈസ അയച്ചു കൊടുത്തു എന്ന് അവകാശപ്പെടാനായിട്ട് വെളുപ്പീരിയൽ ടീമിനെ കുമ്മായത്തിൽ മുക്കി എടുക്കുന്നുണ്ട്. അപ്പുറത്ത് കിച്ചു വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചു പൈസ കൊടുത്തില്ലെന്ന് കിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പേഴ്സണലി ഒരാളോട് പറഞ്ഞതോ. അതെന്തായാലും ഇപ്പൊ തെളിയിട്ട് ഇതിപ്പോ ഈ കോൺട്രവേഴ്സി ഉടനൊന്നും അവസാനിക്കത്തില്ലോ. നമുക്ക് ദീപ്തി കല്യാണുള്ള വിഷയം സജീന ബ്ലോഗ്സ് റിയാക്ട് ചെയ്ത് കണ്ട് നിർവൃത്തിയിടയാം. ഇവിടെ നമുക്ക് താല്പര്യമില്ലാത്തവർക്ക് പോകാം കേട്ടോ. ഇനി രേണുവിന്റെ വിഷയമില്ല. ഇനി നമ്മൾ ഫുൾ സജീനയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട. അത് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒറിജിനൽ അല്ലാത്തത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ച് വിലയില്ലാതെ വരുന്നില്ല സാധനങ്ങൾക്ക്. അപ്പൊ താനൊരു പെണ്ണായി മാറി എന്ന് തന്നെയല്ലേ പറയുന്നത്. ആ പെണ്ണിന്റെ കുറച്ച് അടക്കവും ഒതുക്കവും പെണ്ണിന്റെ കുറച്ച് പിന്നെ പ്രൈവറ്റ് പാർട്സുകൾക്ക് ഒരു പ്രൈവസി കൊടുക്കേണ്ടതുണ്ട്. ആ മൊത്തം അങ്ങ് പബ്ലിക് ആക്കിയിട്ടുണ്ട് നടക്കുകയല്ലേ ചെയ്യുന്നത്. ഈ നമ്മള് ദീപ്തി കല്യാണിനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നേ. ഈ വേറെ ആരെ കുറിച്ചോ പറയുന്ന പോലെ തോന്നുന്നു. സബ്സ്ക്രിപ്ഷൻ പറഞ്ഞ ആരെ കുറിച്ചോ പറയുന്ന പോലെ ഒരു ചെറിയ ഫീല്. ദീപ്തി അത് തന്നെയാണല്ലോ നമ്മുടെ വിഷയം. പറ തന്നെ നീട്ടിരിക്കുന്ന ഡ്രസ് എന്താണ് അതിന്റെ ആ കഴുത്ത് നെക്ക് ഇത്ര മാത്രം കീറി കിടക്കുന്ന അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ക്യാമറമാൻ ചോദിച്ചാൽ ഇതിൽ സിംഗൂരി പോയതാണോ മനസ്സിലായില്ല. ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്. ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണം. കാരണം ഈ ഡ്രസ് ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന ഇതും പൊക്കി പിടിച്ചോണ്ട് വരും. ഇത് സ്ത്രീകൾക്ക് ഇറക്കിയിരിക്കുന്നതാണ്, കുലസ്ത്രീകൾക്ക് പറഞ്ഞില്ലേ. ഈ ഡ്രസ്സ് ഞാനായിട്ട് ഇട്ടിരുന്നതെങ്കിൽ, ഇങ്ങനത്തെ ഈ ഒരു കോസ്റ്റ്യൂം ഞാനാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനടിയിൽ ഞാൻ ഇന്നർ യൂസ് ചെയ്തേനെ. മനസ്സിലായ? കഴുത്ത് കയറി കിടക്കുന്ന ഇന്നർ യൂസ് ചെയ്തേനെ. അങ്ങനെ അതിന്റെ ഒരു ആവശ്യം വരത്തില്ല. കാരണം ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം നമ്മൾ മേടിക്കാറില്ല. മനസ്സിലായ? ഇതിപ്പം ഈ പറഞ്ഞ രീതിക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതായതുകൊണ്ട് ഇത് ആര് കണ്ടാലും നോ പ്രോബ്ലം. അത് മാത്രമല്ല, തന്റെ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇതിന് താൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇരിക്കുമ്പോഴും കുലുക്കുമ്പോഴും ചാടുമ്പോഴും ഓടുമ്പോഴും ഒന്ന് ബഡ് ചെയ്ത് വട്ടെ എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോഴും ദീപ്തി കല്യാണിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. എനിക്ക് ഇതിനകത്ത് എവിടേക്കോ വേറെന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. ഇപ്പൊ രേണുവിന്റെ സബ്സ്ക്രിപ്ഷനിൽ ഈ പറയുന്ന പ്രസ്ഥാനത്തെ കാണിക്കുന്നു. നിങ്ങൾക്ക് എന്താ ഒപ്പീനിയൻ? അത് പ്രൈവറ്റ് ആയിട്ട് കാണിക്കുന്നില്ലേ? അതാണ് ഇവര് പറയുന്ന സാധനങ്ങൾ. അത് പ്രൈവസിയിൽ കാണിക്കുന്ന സാധനമല്ലേ? ശ്രീതും സജീനയും വന്ന് സ്ഥിരം അവള് പ്രൈവറ്റ് ആയിട്ട് കാണിക്കണം. ഇവള് പബ്ലിക് ആയിട്ട് കാണിക്കണം. ഇവള് തെറ്റ്, അവള് ശരി. അതാണ് ഇവരുടെ ഒരു സ്റ്റാൻഡ്. ബാക്കിയാണ്. അപ്പൊ എന്താണ് മോളെ കാര്യം എന്ന് വെച്ചാൽ, നിനക്ക് കാണിക്കണമെങ്കിൽ നീ കാണിച്ചോ. പക്ഷെ നീ ഒറിജിനൽ ഒരു പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ നിനക്കൊരു കുറച്ച് ഒരു ആ പറയുന്ന വാക്കുകളിലും നീ കാണിക്കുന്ന ഈ പോക്കൃത്തത്തിലും ഒരു ഇച്ചിരി ഒളിവും പറവൊക്കെ വന്നേനെ. പിന്നെ നീ പറയും ഒരുപാട് ഇപ്പോഴും പെണ്ണായിട്ട് ജനിച്ചോളുമാരും തുണി കഴിഞ്ഞിട്ട് ആറുമതിച്ച് അവരതിച്ച് നടക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. അതൊക്കെ അവളെയൊക്കെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ വഴി അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തത്. അത് കുഴപ്പമില്ല. അവളൊക്കെ സബ്സ്ക്രിപ്ഷൻ വഴി അറുമതിച്ച് ചെയ്ത് ജീവിക്കല്ലേ, അത് കുഴപ്പമില്ല. സബ്സ്ക്രിപ്ഷൻ അവര് ജീവിച്ചോട്ട്. പക്ഷെ നീ എന്താ കാണിക്കുന്നത്? നീ ആ മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് നിന്റെ മാറ് കാണിച്ചു. നീ ചെയ്തത് തെറ്റ്. ഈ ദീപ്തി കല്യാണിന് എനിക്ക് ഇഷ്ടമല്ല. അവര് കാണിക്കുന്നത് മൊത്തം തോന്നിയ ദിവസം. പക്ഷെ ഇവര്, എന്റെ ദൈവമേ, ഇത്രയും പെട്ടെന്നൊക്കെ ഒരു മനുഷ്യന് ഞാൻ എന്തൊരു പറയട്ടെ ഇവരോട്? നിന്ന നിപ്പിൽ വാക്ക് മാറ്റി പറയാനുള്ള ഇവരുടെ സ്കില്ലുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തെ ട്രൈ ചെയ്യണം. ഈ ഇലക്ഷനിൽ നിങ്ങൾ മത്സരിക്കണ്ടായിരുന്നു, കുഴപ്പമില്ല. അടുത്ത ഇലക്ഷനെങ്കിലും നിങ്ങൾ മത്സരിക്കണം. ഇതേപോലെ രേണു ചെയ്യുന്നതെല്ലാം ശരി, അതേസമയം ഇപ്പുറത്തെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ്. അത് തെറ്റ്. ഇവരെന്നെ പ്രകോപിപ്പിച്ചൊരു സാധനമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വരാം.
അത് പബ്ലിക് അല്ല. ഇപ്പൊ നീ പറഞ്ഞല്ലോ ആരാണ്ട് ഒരു നിനക്കെതിരെ വീഡിയോ ഇട്ടതിനെ കൊണ്ട് നിയമപരമായിട്ട് കേസ് കൊടുക്കും. നീ കൊണ്ട് കൊടുക്കടി. നീ പ്രൈവറ്റ് ആയിട്ട് കാണിച്ചതിന് അവിടെ വന്ന് അതിനകത്ത് കാശ് കൊടുത്ത് അതിനകത്ത് കയറി കണ്ട് സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ എടുത്ത് പുറത്തു കൊണ്ട് വന്ന് ഇട്ടിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. അമ്മ അതിന് തന്തയില്ലാത്ത പരിപാടി ഞങ്ങൾ കാണിക്കില്ല. അമ്മാതിരി തന്തയില്ലാത്ത പരിപാടി ഞങ്ങൾ കാണിക്കൂലെന്ന്. കാണിക്കുന്നതൊക്കെ തന്തയ്ക്ക് പറഞ്ഞ പരിപാടികളാണല്ലോ താനും തന്റെ സബ്സ്ക്രൈബർ സുഹൃത്തും. പക്ഷെ എത്ര ഉണ്ടെന്നുള്ളത് മാത്രമേ എനിക്ക് ചോദ്യമുള്ളൂ. ഇമ്മാതിരി തൊലിഞ്ഞ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന പരിപാടികളെല്ലാം തന്തയ്ക്ക് പറഞ്ഞ പരിപാടികളാണോ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ സംസാരിക്കണം. ഓക്കെ, ബാക്കി പറ അല്ലെ? എത്ര ഒന്നും പറയുന്നില്ലേ? മനസ്സിലായല്ലോ. പ്രൈവറ്റ് ആവുന്നത് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അത് കാണാൻ താല്പര്യമുള്ള കയറി കാണും. അതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷെ അവര് പ്രൈവറ്റ് ആയിട്ട് കാണിക്കും. അത് താല്പര്യമുണ്ട് നിങ്ങൾക്ക് കയറി കാണാം, അത് കുഴപ്പമില്ല. പക്ഷെ നീ പബ്ലിക്കിൽ ഇങ്ങനെ വരാൻ പാടില്ല. ഇത് പ്രൈവറ്റ് ആയിട്ട് കാണിക്കേണ്ട സാധനമാണ്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിൽ കാണിച്ചാൽ മതിയോ? ഈ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് പ്രൈവറ്റ് ആകുന്നത്? കാശുള്ള എവന് വേണമെങ്കിലും കയറി കാണാം. ഒരു ഞരമ്പ് രോഗിയാണെങ്കിലും കയറി കാണാം, മാന്യമായിട്ട് ഒരാളാണെങ്കിലും കയറി കാണാം, പ്രായപൂർത്തിയാകാത്ത ഒരാളാണെങ്കിലും വേറെ അക്കൗണ്ട് തുടങ്ങി കാണാം. എന്തും കാണിക്കാമല്ലോ. എന്താണ് പ്രൈവസി? എന്താണ് ശ്രീതുവും സജീനയും വന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവസി എന്താണ്? ഈ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷനൊക്കെ പ്രൈവസി എന്താണ്? മനസ്സിലാവുന്നതേ ഇല്ല നിങ്ങളുടെ പോയിന്റ്. ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. ഓ ഇനിയിപ്പോ പറയും ഇത് ദീപ്തി ഇറക്കി വലിച്ചിട്ടുന്ന്. ഒരിക്കലും അല്ല, ഈ ഡ്രസ്സ് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്. ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇതിന്റെ ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. അവരുടെ കണ്ടല്ലോ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് ഉണ്ട്. ഇതിന്റെ നെക്ക് ഇതാ ഇത്രയുണ്ട്, ഇവിടം വരെ ഉണ്ട്. ഇതിന്റെ നെക്കാണ്. കണ്ട ബാഗൊക്കെ ഫുള്ള് കയറിയിരിക്കുകയാണ്. കണ്ടല്ലോ നീ പറഞ്ഞ അതുപോലത്തെ നെക്കാണിത്. ഈ പറഞ്ഞ രീതിക്ക് കുലസ്ത്രീകൾ അല്പമെങ്കിലും അന്തസ്സുള്ള സ്ത്രീകൾ ചെയ്യുന്നത് എന്താണ്? അങ്ങനെ ഡ്രസ്സ് നമുക്ക് ഇടാൻ ആഗ്രഹമാണെങ്കിൽ നമുക്ക് ഇടാം, നോ പ്രോബ്ലം. ഇത് കണ്ടത് ഇന്നർ എന്ന് പറയുന്നത് ഇതുപോലൊരു അന്തസ്സുള്ള സ്ത്രീകൾ ഇങ്ങനത്തെ തുറന്ന ഡ്രസ്സ് ഇടുമ്പോൾ അകത്ത് ഇന്നർ ഇടണം എന്നല്ലേ പറഞ്ഞത്? താങ്കളെ പറഞ്ഞതിന്റെ അർത്ഥം സബ്സ്ക്രിപ്ഷനിൽ എന്തൊക്കെയോ ചെയ്യുന്ന രേണുവിന് അന്തസ്സില്ല എന്നാണോ? അല്ലല്ലേ, രേണു ചെയ്ത അന്തസ്സുണ്ട്. പക്ഷെ ദീപ്തി കല്യാണി ഇത് അന്തസ്സില്ല. ദീപ്തി കല്യാണി ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. ഇത് അവർ കാണിക്കുന്നത് രോഗ തരമാണ്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ എന്താണ് പറയുന്നത്? ശരി, അന്തസ്സുള്ള സ്ത്രീ പറയൂ. അതിന്റെ അടിയിൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? നിന്നെ പോലെ കാണിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് എക്സ്ക്യൂസും പറയാം. ഇപ്പൊ നമുക്ക് ആ കോസ്റ്റ്യൂം ഞാനിട്ടാ അതെ, കാണിച്ചു ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് എക്സ്ക്യൂസും പറയാം. അത് പ്രൈവസിയിൽ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നല്ലേ, അങ്ങനെ പല എക്സ്ക്യൂസുകളും പറയാം. അതും കുഴപ്പമില്ല. അപ്പം കാണിച്ചു ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് എക്സ്ക്യൂസും പറയാം. അല്ലാതെ കാണിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത കുലസ്ത്രീകളായിട്ടുള്ള മാന്യായ സജീനയെ പോലുള്ള സ്ത്രീകൾ അങ്ങനെ ഇടുമ്പോഴത്തേനും അകത്ത് വേറെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഇടും. പക്ഷെ മാന്യത ഉള്ള ഇങ്ങനത്തെ കുലസ്ത്രീകള് മാന്യതയില്ലാത്ത അങ്ങനത്തെ സ്ത്രീകൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കും. അവര് സബ്സ്ക്രിപ്ഷനിൽ പ്രൈവറ്റ് ആയിട്ട്. മനസ്സിലായി? ഈ ഒറ്റ ഡയലോഗ് വെച്ചിട്ട് എത്ര ആളെ പിടിച്ചിരിക്കുന്നുണ്ടാകും. ഇതേപോലെ നോ പ്രോബ്ലം. എന്താണ് വിഷയം? കാണാൻ സുന്ദരിയല്ലേ, കാണാൻ ഭംഗിയില്ലേ? അത് ഇതില്ല. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കാം. അടിയിൽ ഒന്നുകൂടെ പറഞ്ഞേ അത് ഇതില്ല. അപ്പൊ നിങ്ങൾ എന്നെ ഇമാജിൻ ചെയ്ത് നോക്കാം. അടിയിൽ ഞാൻ ഇന്നർ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇതിന്റെ ലെങ്ത് എവിടെ വരെ ഉണ്ട്? അതെങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കണോ? ഒന്നുമില്ല, പറ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോയി കിടക്കും. ആലോചിച്ച് നോക്കേ. അപ്പൊ ഇത് കാണിക്കണം എന്ന് പറഞ്ഞ് ഇടുന്ന കോസ്റ്റ്യൂമാണ് ഇത്. അപ്പൊ കുലസ്ത്രീകൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോസ്റ്റ്യൂമാണെന്ന് നീ പറഞ്ഞല്ലോ. കുലസ്ത്രീകളായ സ്ത്രീകളെ ഇങ്ങനെ ധരിക്കും, ഇങ്ങനെയും ധരിക്കാം, ഇങ്ങനെയും ധരിച്ചോണ്ട് പോകാം. മനസ്സിലായ? അതല്ല ഇതെല്ലാം ഈ സിലിക്കോണെല്ലാം പുറത്തെടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ കുലസ്ത്രീകൾ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ നീ കാണിക്കുന്ന നമുക്ക് കാണിക്കാം. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് മോൾ ഇങ്ങോട്ട് കയറി കൂടുതൽ ആളാൻ പറയണ്ട. പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഇപ്പൊ നീയൊക്കെ അങ്ങനെ ആയിപ്പോയത് ഇങ്ങനെ ആയിപ്പോ നമുക്ക് ഒരു വിഷയമില്ല. ഇപ്പൊ ലോകത്തുള്ള എമ്പാടുള്ള ആണുങ്ങൾ ചുമ്മാ ചെന്ന് മോളത്തെ അത് ഉള്ള സിലിക്കോണെല്ലാം അടിച്ച് കയറ്റിയിട്ട് വീടിന്റെ മുമ്പിൽ വന്നിട്ട് തുറന്ന് കാണിച്ച് കാശുണ്ടാക്കലാണ് മെയിൻ പരിപാടി. അപ്പൊ എന്തായാലും നല്ലൊരു നിയമം, നല്ലൊരു തീരുമാനം. നമ്മൾ ഇപ്പോഴും ഈ ദീപ്തി കല്യാണിനെ കുറിച്ച് തന്നെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എന്റെ പ്രശ്നമാണോ? എനിക്കിത് എവിടേക്കോ ഈ കുലസ്ത്രീ ആയിട്ടുള്ള ഈ വസ്ത്രം ധരിക്കാൻ ദീപ്തി കല്യാണെ പഠിപ്പിക്കുന്ന സ്ത്രീയെ, നിങ്ങളുടെ വസ്ത്രധാരണം നല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ വസ്ത്രധാരണമൊന്നും മോശം പറയത്തില്ല. എനിക്ക് നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ ബോധമില്ലായ്മ മാത്രമേ ഉള്ളൂ എന്റെ പ്രശ്നം. നിങ്ങൾ ഇതൊക്കെ ആ രേണുവിനെയും കൂടെ ഒന്ന് പഠിപ്പിച്ചോളൂ. ഇതാണ്ട് ഇങ്ങനെ വേണം വസ്ത്രം ഇടാൻ, ഇങ്ങനത്തെ തുറന്നിടുമ്പോഴത്തേന് ഇങ്ങനെ അകത്ത് സാധനം ഇടണമെന്നൊക്കെ ആ രേണുവിനെയും കൂടെ പഠിപ്പിച്ചോളൂ. ആർക്കും കൂടെ കേൾക്കാൻ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇപ്പൊ താനൊരു സ്ത്രീയായി മാറി. അപ്പൊ ആ സ്ത്രീയായി മാറുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ച് പിടിപ്പിച്ചതാണെങ്കിൽ പോലും ആ പ്രൈവറ്റ് പാർട്ടുകൾക്ക് ഒരു അഭിമാനമുണ്ട്. മനസ്സിലായ? അതിനൊരു വാല്യൂ ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് വെച്ചിട്ടില്ല. അത് എനിക്കൊന്ന് ഇന്ന വിളയിൽ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് തന്നെയാണ് പട്ടി വില കിട്ടുന്നത്. മനസ്സിലായ? ഞാനും പറയുന്നുള്ളൂ, ഇതിനകത്ത് ഞാൻ ഒപ്പീനിയൻ പറയണ്ടല്ലോ. ദീപ്തി കല്യാണിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇത് ആർക്കിട്ട കൂടെ ഉള്ളതാണെന്ന് നിങ്ങൾ കാണുന്നവർ പൂരിപ്പിച്ചെടുത്തോ. പോലുള്ള
അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തുക അവൾ അങ്ങനെ മറ്റേതാ മറിച്ചെന്ന് പറയത്തില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ കാണിച്ചു കൂട്ടലുകളും നിങ്ങളുടെ ചെയ്തികളുമാണ് അങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത്. ഓരോ ഇത്രേ ഉള്ളൂ, ഇത്രേ എനിക്കും പറയാനുള്ളൂ. ബാക്കി പറയാം ഇതിനെ കുറിച്ചും. സജീന തന്നെ എല്ലാം ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്ത് പറയാ, കറക്റ്റ് സാധനം ഈ സാധനം ഇതേപോലെ രേണുവിനോട് പറയാ, അല്ലെങ്കിൽ രേണു നീ ക്ലിപ്പ് അയച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ തുറന്ന് കാണിച്ചിട്ട് ഇതും വെച്ചോണ്ട് കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ പറയും പട്ടി വില പോലും കിട്ടില്ല. അത് സ്വാഭാവികം. അതിന് പിന്നെ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. ഞാൻ ഈ പറഞ്ഞത് വാസ്തവല്ലേ? ഇത്രയെന്ന് പറഞ്ഞാൽ കാണാൻ കേൾക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇതിനൊന്നും ആർക്ക് പ്രതികരിക്കണം? ഇത് പറയും നീ ഞങ്ങളെ പ്രതികരിപ്പിക്കുക, നീ അങ്ങനെ പ്രതികരിപ്പിക്കുക. ഞാൻ ആരെയും പ്രതികരിപ്പിക്കാൻ വരുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള പ്രതികരിപ്പിക്കുക. കാരണം ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പ്രചരിപ്പിക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ സാധനമൊക്കെ പോയി ആ രേണുവിനോടും പറഞ്ഞു കൊടുക്കുക. അവരെ ഒന്ന് നേർവഴിക്ക് നടത്തുക. നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾ ശരി സത്യത്തിൽ എനിക്ക് അറിയാമല്ലോ ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാ കൂലി എങ്ങനെയാ ഇതിന്? ഇമ്മാതിരി തൊട്ടി കേസിനൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂലി എങ്ങനെയാ? വില ഉള്ള കാര്യമാണെങ്കിലും വേണ്ടിയില്ല. ഏതായി സബ്സ്ക്രിപ്ഷന്റെ കേസാ പറഞ്ഞാൽ മറ്റേ കേസ് നിങ്ങൾ ന്യായീകരിച്ചു, അത് അവർ തമ്മിൽ തല്ലി തീർക്കട്ടെ, അത് നല്ല വിഷയമാണ്. പക്ഷെ ഈ പൈസ കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു അമ്മയുടെ നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾ അങ്ങനെയാണോ? കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു, മക്കളുമായിട്ടുള്ള സകല സ്നേഹബന്ധുക്കളും പങ്കിട്ട് കഴിഞ്ഞു, എന്ത് ചെയ്തു? 500 രൂപ വെച്ചു. ഉള്ളടെ നിങ്ങൾക്ക് കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു